മലയാളത്തിന്റെ പ്രിയപ്പെട്ട MTയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പതിവായി ഗുരുതരമായി തന്നെ തുടരുകയാണ്. മരുന്നുകളോട് പക്ഷേ പ്രതികരിക്കുന്നുണ്ട്. ഇന്നലത്തേതിന് സമാനമായ അവസ്ഥയിൽ തുടരുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുണ്ട്. ബെൻസൺ, MTയുടെ ആരോഗ്യനില സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം എന്താണ്? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ അവസാനത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിട്ടുള്ളത് അതിൽ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഈ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ ചികിത്സയോടും മരുന്നുകളോടും ശരീരം പ്രതികരിക്കുന്നുണ്ട്, പോസിറ്റീവായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് MT വാസുദേവൻ നായരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ചികിത്സയിലിരിക്കെ 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു ഹൃദയസ്തംഭനം സംഭവിക്കുന്നു. അങ്ങനെയാണ് ഇതൊരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഹൃദയസ്തംഭനത്തിന് ശേഷം ആദ്യത്തെ 2 ദിവസം അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് ആ രീതിയിലുള്ള ചികിത്സയിലായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായി. ശ്വാസകോശം സംബന്ധമായ അസുഖമാണ് നമുക്കറിയാം. അപ്പോൾ അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബൈപ്പാപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ശ്വസിക്കുന്നതിനായി അദ്ദേഹത്തിന് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അത് നീക്കം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വയം ഈ എക്സ്റ്റേണൽ സംവിധാനം ഇല്ലാതെ തന്നെ സ്വയം ശ്വസിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അപ്പോൾ നേരിയ രീതിയിലുള്ള പുരോഗതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിലുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ചികിത്സ പുരോഗമിക്കുന്നത്. എപ്പോഴും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൃത്യമായി മോണിറ്റർ ചെയ്യുന്നത്. 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോണിറ്റർ ചെയ്യാൻ വിദഗ്ധ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ചികിത്സകൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴും ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി, അതായത് മരുന്നുകളോടും ചികിത്സയോടും അദ്ദേഹത്തിൻ്റെ ശരീരം പോസിറ്റീവായി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഗുരുതരമായി തന്നെ തുടരുന്നു. അതിനുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും തന്നെ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തെ കാണാനായി എല്ലാ ദിവസവും അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗോവൻ ഗവർണർ അടക്കമുള്ള ആളുകൾ ഇന്നലെ എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രി മുഹമ്മദ് റിയാസിനാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിനുമുള്ള ഇത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ ആശങ്ക നൽകുന്ന കാര്യം, ഒരു പ്രത്യാശ നൽകുന്ന കാര്യം ഈ മരുന്നുകളോടും ചികിത്സയോടും അദ്ദേഹത്തിന്റെ ശരീരം കൃത്യമായും പോസിറ്റീവായി പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരി ബെൻസൺ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട MT അദ്ദേഹം ആരോഗ്യവാനായി, പൂർണ്ണ ആരോഗ്യവാനായി ഈ പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിച്ച് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കാം.